അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. മഹാനായ ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു, അവിടുത്തെ അത്ഭുതപ്പെടുത്തുന്ന വിനയവും നിലപാടുകളും ഉസ്താദിനെ കണ്ടവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവും. അത്തരത്തിൽ ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദിനെ അവസാന കാലത്ത് വളരെ അടുത്തറിഞ്ഞ, അവിടുത്തെ സ്നേഹം പിടിച്ചു പറ്റിയ വ്യക്തിയാണ് നടക്കാവിൽ ഹോസ്പിറ്റൽ ഡോക്ടർ എൻ മുഹമ്മദ് അലി. ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദിൽ നിന്ന് അദ്ദേഹത്തിനുണ്ടായ വ്യത്യസ്തമായ അനുഭവങ്ങൾ അദ്ദേഹം തന്നെ വിവരിക്കുന്നുണ്ട്. ഡോക്ടർ എൻ മുഹമ്മദ് അലിയുടെ വാക്കുകൾ: അവസാന സമയങ്ങളിൽ ഉസ്താദിനോട് കൂടുതൽ അടുക്കുവാനും ചികിത്സിക്കുവാനും സാധിച്ചത് ജീവിതത്തിലെ ഒരു വലിയ സൗഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഉസ്താദിന് വല്ല ക്ഷീണവും വന്നാൽ വീട്ടിൽ പോയി ചികിത്സിക്കുകയാണ് അവസാന സമയങ്ങളിൽ ചെയ്തിരുന്നത്. ഡ്യൂട്ടി സമയങ്ങളിൽ ഡ്യൂട്ടി മുടക്കിക്കൊണ്ട് ചികിത്സിക്കാൻ ചെല്ലുന്നതിനെ ഉസ്താദ് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇത് കാരണം ഞാൻ സുബഹിക്ക് ശേഷം ഉസ്താദിനെ സാധാരണ ഒരു സന്ദർശകനായി ചെന്ന് ചികിത്സിക്കുകയായിരുന്നു പതിവ്. ചികിത്സക്ക് വരുന്നവരോട് ഉസ്താദ് വളരെ നല്ല രീതിയിലാണ് പെരുമാറുക. അവരോട് വീട്ടിലെയും മറ്റും സുഖവിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുമായിരുന്നു. ഉസ്താദ് ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായി പോകുന്നത് അവിടെയുള്ള ജീവനക്കാർക്ക് വളരെ സങ്കടമുള്ള കാര്യമായിരുന്നു. കുറഞ്ഞ ദിവസമാണ് ഉസ്താദ് അവിടെ ഉണ്ടായതെങ്കിലും ഉസ്താദ് അവരുടെയെല്ലാം മനസ്സിൽ സ്ഥാനം പിടിച്ചിരുന്നു. അതിന് മതത്തിൻ്റെയോ മറ്റോ അതിർവരമ്പുകൾ ഉണ്ടായിരുന്നില്ല. എല്ലാവരോടും സംസാരിക്കുകയും സുഖവിവരങ്ങൾ അന്വേഷിക്കുകയും അവർക്കെല്ലാം ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യുമായിരുന്നു. ഒരു ദിവസം എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ ഓർക്കുകയാണ്. ഒരു ദിവസം വൈകുന്നേരം ഉസ്താദിൻ്റെ മകൻ അബ്ദുൽ വാഹിദ് ഉസ്താദിൻ്റെ ഫോൺ വിളി വന്നു. അദ്ദേഹം ഒരു ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞു, "ഉപ്പാക്ക് വയ്യ, നിങ്ങളൊന്ന് വേഗത്തിൽ വരണം." ഞാൻ വേഗത്തിൽ നഴ്സിംഗ് സ്റ്റാഫിനെയും കൂട്ടി വീട്ടിൽ ചെന്നപ്പോൾ ഉസ്താദ് വളരെ അവശനായി കിടക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത്. വീട്ടുകാർ പലതവണ വിളിച്ചു നോക്കിയെങ്കിലും ഉണർന്നില്ല. ഞാനും വിളിച്ചു നോക്കി, ഉസ്താദ് ഉണരുന്നില്ല. ഉസ്താദ് പ്രമേഹമുള്ള ആളായതുകൊണ്ട് അത് കുറഞ്ഞതാകുമെന്ന് ഞാൻ ധരിച്ചു. പ്രമേഹം ചെക്ക് ചെയ്യാൻ തീരുമാനിച്ചു. ഒരു ചെറിയ സൂചിയെടുത്ത് ഉസ്താദിൻ്റെ വിരലിൻ്റെ അഗ്രത്തിൽ കുത്തി. പെട്ടെന്ന് ഉസ്താദ് കണ്ണു തുറന്നു. ചുറ്റും കണ്ണോടിച്ചപ്പോൾ വീട്ടുകാരെല്ലാം കൂടി നിൽക്കുന്നതാണ് ഉസ്താദ് കണ്ടത്. ഉടനെ എനിക്ക് കൈ തന്നുകൊണ്ട് വളരെ ശാന്തനായി ചോദിച്ചു, "ഡോക്ടറെ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടായോ?" "എനിക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല. കുട്ടികളുടെ കയ്യിൽ വല്ല മരുന്നും കൊടുത്തയച്ചാൽ മതിയായിരുന്നല്ലോ. നിങ്ങൾ ബുദ്ധിമുട്ടി ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ലല്ലോ." ഇത് കേട്ടപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെയായി. ഉസ്താദിൻ്റെ അസുഖം വകവെക്കാതെ എനിക്ക് ബുദ്ധിമുട്ട് ആയോ എന്നാണ് ഉസ്താദിൻ്റെ ആശങ്ക. നമസ്കാര സമയമായതുകൊണ്ട് ഉടനെ തന്നെ ഉസ്താദ് മക്കളുടെ സഹായത്തോടെ വുളൂ ചെയ്തു നമസ്കരിച്ചു. ശേഷം മരുന്നുകൾ നൽകിയാണ് ഞാൻ തിരിച്ചു പോന്നത്. ഉസ്താദിൻ്റെ എളിമയും വിശാല മനസ്കതയുമാണ് ഈ സംഭവത്തിലൂടെ എനിക്ക് കാണുവാൻ സാധിച്ചത്. ഇത്രകാലം ഞാൻ ഉസ്താദിനെ ചികിത്സിച്ചിട്ടും ഒരു വട്ടം പോലും എനിക്ക് സുഖമില്ലെന്നോ മറ്റു പ്രയാസങ്ങളോ പറയുമായിരുന്നില്ല. കൂടുതലായി ചോദിക്കുമ്പോൾ മാത്രമായിരുന്നു അസുഖവിവരങ്ങൾ പറയുക. മുഴുവൻ സമയവും ഉസ്താദ് വളരെ ഉന്മേഷവാനായിരിക്കും. ഞങ്ങൾ ഡോക്ടേഴ്സിനെ കാണുമ്പോൾ കൂടുതൽ ഊർജ്ജസ്വലതയോടെ സംസാരിക്കുന്ന പ്രകൃതിയായിരുന്നു ഉസ്താദിനുണ്ടായിരുന്നത്. എപ്പോഴും നാവിൽ അൽഹംദുലില്ലാഹ് എന്ന നന്ദി വാക്ക് ഉരവിട്ടുകൊണ്ടിരിക്കും. ഉസ്താദ് രോഗിയായ അവസാന 3-4 മാസങ്ങളിൽ ഞാൻ ദൂരയാത്രകൾ ഒഴിവാക്കുകയായിരുന്നു. ഉസ്താദിന് പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വന്നാൽ അങ്ങോട്ട് ചെല്ലാൻ കഴിയണം എന്ന മാനസികാവസ്ഥയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. നിർബന്ധിത സാഹചര്യങ്ങളിൽ എവിടേക്കെങ്കിലും പോകേണ്ടി വന്നാൽ ഉസ്താദിൻ്റെ മകനെ വിളിച്ചു പറഞ്ഞിട്ടായിരുന്നു ഞാൻ പോയിരുന്നത്. ഉസ്താദിൻ്റെ വേർപാടിൻ്റെ സമയത്ത് ഞാൻ ആശുപത്രിയിലായിരുന്നു. മകൻ സുഖമില്ലെന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ ഞാൻ നഴ്സിംഗ് സ്റ്റാഫിനെയും കൂട്ടി ഉടനെ വീട്ടിലെത്തി. അവിടെ എത്തുമ്പോൾ എല്ലാം കൈവിട്ടിരുന്നു. ഡോക്ടറെ എന്ന് വിളിക്കുവാൻ ഇനി ഇല്ലാത്ത വിധം ഈ ലോകത്തോട് ആ വലിയ മനുഷ്യൻ വിട പറഞ്ഞിരുന്നു. പിന്നെ കാണുന്നത് അത്തിപ്പറ്റയിലേക്ക് ഒഴുകി വരുന്ന ജനസഞ്ചയത്തെയാണ്. വളാഞ്ചേരിയും പരിസര പ്രദേശങ്ങളുമെല്ലാം ആളുകളെ കൊണ്ട് നിറഞ്ഞു. ഗതാഗതം തടസ്സപ്പെട്ടു. മണിക്കൂറുകളോളം പാതിരാത്രിയിലും ആ മുഖമൊന്നു കാണാൻ വരി നിൽക്കുന്നവർ, പൊട്ടിക്കരയുന്നവർ, ഉള്ളിൽ സങ്കടം അടക്കി പിടിച്ച് നടക്കുന്നവർ എല്ലാം ഒരു അത്ഭുത കാഴ്ചയായിരുന്നു. ഇനിയില്ലല്ലോ എന്നാലോചിക്കുമ്പോൾ മനസ്സ് വിങ്ങുകയാണ്. ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ് കാണിച്ചു തന്ന വഴിയിലൂടെ ജീവിച്ചു ഉസ്താദിൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറകു വിരിച്ചു കൊടുക്കുക എന്ന ലക്ഷ്യമാണ് ഇനി മുന്നിലുള്ളത്. അതിനുള്ള വഴികൾ തുറക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതാണ് ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദിനെ ചികിത്സിച്ച ഡോക്ടർ എൻ മുഹമ്മദ് അലിയുടെ വാക്കുകൾ. ഉസ്താദിനെ ജീവിതകാലത്ത് കണ്ടവർക്കെല്ലാം ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദിൻ്റെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അവിടുത്തോടൊപ്പം ഹബീബിൻ്റെ ജിവാറിൽ സ്വർഗീയ ലോകത്ത് നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.